ഹായ്, ഞാൻ ജെസ്സി. ലൈഫ് സ്റ്റൈൽ വിത്ത് ജെസ്സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനലിൽ കുക്കിങ്ങും യാത്രകളും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ഈ വീഡിയോ അട്ടപ്പാടി പോയപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. ഇത് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര നല്ലതായിരിക്കും. പിന്നെ പോണ വഴിയിലിതാ ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം ഇവരൊക്കെ കണ്ടും ഇങ്ങനെ യാത്ര ചെയ്യുക. ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ചില സമയത്ത് യാത്ര എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾക്കൊക്കെ പോകലുണ്ടെന്ന്? എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചുറ്റിലുള്ള കുഞ്ഞു സ്ഥലങ്ങളിലേക്ക് ആണ് പോകൽ. പിന്നെ പോയ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും പോവും. നമുക്ക് പോകാൻ പറ്റുന്നിടത്തേക്കല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോവുക, ഹാപ്പി ആയിട്ട് തിരിച്ചു പോരുക. ഞാൻ മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, ഈ 2 ജില്ലകളിലൊക്കെ ആയിട്ടാണ് മാറിയിട്ട് താമസം. എൻ്റെ വർത്താനം മനസ്സിലാവുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ മാറ്റാനും പറ്റൂലെന്നേ. വോയിസിലൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എഡിറ്റിങ്ങും അങ്ങോട്ട് ശരിക്കൊന്നും അറിയില്ല. അറിയണ പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി യാത്ര എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ വഴി ഇഷ്ടമായാലും ഇല്ലെങ്കിലുമൊക്കെ കമൻറ്റിൽ പറയണം. പിന്നെ അറിയുന്ന പോലെ വീഡിയോ ഒക്കെ ശരിയാക്കാൻ ശ്രമിച്ചോളാം. ഓക്കെ, നല്ല ചൂടുള്ള സമയത്തായിരുന്നു കേട്ടോ അട്ടപ്പാടി പോയത്. വൈകുന്നേരത്താണെങ്കിൽ നല്ല സുഖമായിരിക്കും. ഞാൻ ഉച്ചക്കാണ് പോയത്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല രസം തന്നെയാണ് ഈ വഴി ഇങ്ങനെ പോകാനായിട്ട്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഓരോ ഫോട്ടോ ഒക്കെ കണ്ട് എടുക്കുക, എന്തെങ്കിലുമൊക്കെ തിന്നാനും വാങ്ങി അങ്ങനെ പോവാം. വേണമെങ്കിൽ ബിരിയാണിയൊക്കെ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് വഴിയിൽ വെച്ച് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇരുന്ന് തിന്നിട്ടൊക്കെ പോവാം കേട്ടോ. നല്ലൊരു വൈബായിരിക്കും. മഴയുള്ള സമയത്താണെങ്കിൽ മുകളിൽ നിന്നൊക്കെ നല്ല വെള്ളവും വരുന്നുണ്ടാവും. ഞങ്ങൾ പോയതിപ്പോൾ മഴ ഇല്ലാത്ത ടൈമിലാണല്ലോ, അപ്പോൾ പിന്നെ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അട്ടപ്പാടി ചുരം ഇങ്ങനെ കയറിപ്പോയാൽ നമുക്ക് ഊട്ടിയിലെത്താം. മണ്ണാർക്കാട് നിന്ന് KSRTC ഉണ്ട്. നേരിട്ട് മണ്ണാർക്കാട്ട് നിന്ന് മേട്ടുപ്പാളയത്തേക്ക് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ആ ബസ്സിൽ നമുക്ക് പോവാം. പിന്നെ അവിടുന്ന് വേറെ ബസ് മാറി കയറേണ്ടി വരും തോന്നുന്നു. അങ്ങനെയാണ്. മണ്ണാർക്കാട് നിന്ന് 7 കിലോമീറ്റർ കഴിഞ്ഞാൽ അട്ടപ്പാടി തുടങ്ങണത്. അത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അഗളി, ചോളയൂർ, പുത്തൂർ ഈ ഗ്രാമപഞ്ചായത്തുകളെ ചേർത്തിട്ട് വിളിക്കുന്ന പേരാണ് അട്ടപ്പാടി. പിന്നെ മണ്ണാർക്കാട് നിന്ന് ഏകദേശം 41 കിലോമീറ്റർ ദൂരം ഉണ്ടാവും നമ്മുടെ സൈലൻറ്റ് വാലിക്ക്. ഈ പോണ വഴിക്ക് പത്താമ്പളം എത്തുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് വണ്ടി നിർത്താം. അവിടെ ചില സമയത്ത് ഐസ്ക്രീമും എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ടാവലുണ്ട്. കുരങ്ങുകൾ നിറച്ചുണ്ടാവും ആ ഭാഗത്ത് പത്താമ്പളവിൽ. അട്ടപ്പാടി പോണ വഴിയിൽ തന്നെ മുക്കാലി എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സൈലൻറ്റ് വാലിക്ക് പോവാം. അവിടുന്ന് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ.
അവരുടെ വണ്ടിയിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, നമ്മളെ വണ്ടി എടുക്കാൻ പറ്റില്ല. അത് സൈലൻറ്റ് വാലി എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കാണ്. അവിടെ ജംഗിൾ സഫാരിയൊക്കെ ഉണ്ടാവും. വർഷങ്ങൾ പഴക്കമുള്ളൊരു മഴക്കാടാണ് സൈലൻറ്റ് വാലി. അത് ഉള്ളിൽ കൂടി ഇങ്ങനെ അവരുടെ വണ്ടിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുള്ളൂ. ഞാനും പോയിട്ടില്ല, നമുക്ക് അവിടെ കാണണമെന്നുണ്ട്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഒരുപാട് വ്യൂ പോയിൻ്റുകളുണ്ട് കാണാനായിട്ട്. ഈ വഴി വന്നാൽ നരസിമുക്ക് വ്യൂ പോയിൻ്റ്, ജെല്ലിപ്പാറ വ്യൂ പോയിൻ്റ്, അബ്ബന്നൂർ വ്യൂ പോയിൻ്റ്, പിന്നെ കാവുണ്ടിക്കൽ വ്യൂ പോയിൻ്റ്, ഉലിയപ്പാറ വാട്ടർഫാൾസ്, അങ്ങനെ ഒരുപാട് കാണാനായിട്ടുണ്ട്. നരസിമുക്ക് വ്യൂ പോയിൻ്റിൽ ഞാൻ പോയതാണ്, പിന്നെ മറ്റിടത്തൊന്നും പോയിട്ടില്ല, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എപ്പോൾ പോകുമ്പോഴും 10ാം വളവ് വരെ, എവിടെ ദൂരം വരെ പോയിട്ടില്ലെങ്കിലും 10ാം വളവ് വരെ മാത്രം പോയിട്ട് അവിടുന്ന് 2 ഐസ്ക്രീമോ കുരങ്ങന്മാരെയും കുറച്ച് നേരം കണ്ടുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരലാണ് പതിവ്. അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ വഴി അങ്ങനെ പോയാൽ നമുക്ക് കുറേ ദൂരം അങ്ങോട്ട് പോകണം, എന്നാലേ കാണാൻ പറ്റുള്ളൂ. കാടിൻ്റെ ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. മഴ ഉള്ളപ്പോഴായിരിക്കും വരുന്നത് ഒന്നും കൂടി നല്ലത്. അപ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ പാറപ്പുറത്തുനിന്നും ഓരോ ഭാഗത്തു നിന്നൊക്കെ വെള്ളം വരുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ കോടയൊക്കെ നിറഞ്ഞ് നല്ല രസമായിരിക്കും കാണാൻ, നല്ല തണുപ്പും ഒക്കെ ഉണ്ടാവും. എൻ്റെ ഫോണിൽ വല്ലാതെ ക്ലിയർ ആയിട്ടില്ല, ഇത് ശരിക്ക് നല്ല സ്ഥലമാണ്, 2 ഭാഗവും ഒക്കെ കാണാനായിട്ട്. ഒന്നും കൂടി എനിക്ക് തോന്നിയത് നമ്മൾ KSRTC ഇങ്ങനെ പോരണം, അപ്പോൾ ഒന്നും കൂടി നല്ല രസമായിട്ട് തോന്നും, നമുക്ക് ഉയർന്ന് ഒന്നും കൂടിയും കാണാനായിട്ട് നല്ല രസമുണ്ടാവും. നമ്മുടെ നെഞ്ചിയമ്മേൻ്റെ നാടും കൂടിയാണ് കേട്ടോ അട്ടപ്പാടി. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.